ഇലയൊന്നും ഇല്ല ഗൈസ്. അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇരുന്നാ പൈ തന്നു സാജും വേണ്ട, ഒരു കുഴപ്പം സോറി എനിക്ക് വേണ്ട. പറഞ്ഞിട്ടില്ല നമ്മൾ വിളിക്കാൻ വരുമോ. ഹലോ ഗൈസ്, എവിടെയാണെന്നല്ലേ? അൽ മുഹിദ സ്ട്രീറ്റിലുള്ള സെഞ്ച്വറി മാളിലാണ്. സെഞ്ച്വറി മാളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ. കണ്ടോ ആ പിങ്ക് കളറിലെ പൂക്കളൊക്കെ അവിടെ എന്ത് രസമാക്കി വെച്ചിരിക്കുന്നല്ലേ. ആ റോഡ് നിറച്ച് പൂക്കൾ. അതാണ് സെഞ്ച്വറി മാള്. അതിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണിത്. ഇലയൊന്നും ഇല്ല ഗൈസ് മരത്തിലൊന്നും. ദേ ഈ കാണുന്നതാണ് സെഞ്ച്വറി മാൾ. എന്തായാലും അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണോ ഉള്ളതെന്ന്. ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം. ഇതത്ര ഭയങ്കര വലിയ മാളൊന്നും അല്ല, എന്നാലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എവിടെയാണ് എൻട്രൻസ് ഗൈസ്? എൻട്രൻസ് തപ്പിപ്പിടിക്കും. ഇവിടെ ഒരു വലിയ ക്യാരിഫോറൊക്കെ ഉണ്ട് കേട്ടോ, ക്യാരിഫോർ ഇതിൻ്റെ അകത്ത്. അപ്പോൾ എൻട്രൻസ് ഇതുവഴിയാണോ അതുവഴിയാണോ? എന്തായാലും ഇതുവഴി പോയി നോക്കാം. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടോ? ആ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതുവഴി നോക്കാം. ഇത് എൻട്രൻസ് 1 ആണ് കേട്ടോ. അപ്പോൾ ഇതുവഴി കയറി നോക്കാം. അകത്ത് എന്തൊക്കെയുണ്ടോ? പോളണ്ട് പെർഫ്യൂം. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ സംഭവമുണ്ട്. ചെറിയ ചെറിയ കടകൾ ഗൈസ്. അങ്ങോട്ടേക്ക് ക്യാരിഫോറാണ്. ക്യാരിഫോർ ജുവലറി കോർട്ട് റെസ്റ്റ് റൂം. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഇത് മുകളിലോട്ട് പോയത്. മുകളിൽ ഫുഡ് കോർട്ട്, പ്രെയർ റൂം, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, മാൾ മാനേജ്മെൻറ്റ് ഓഫീസ്. ഫുഡ് കോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാം അല്ലേ. ഫുഡ് കോർട്ട് എവിടെയുണ്ടോ അവിടെ നമ്മളുണ്ട്. ഇതെന്തെങ്കിലും പതുക്കെ പോകുന്നത്, നമുക്ക് നടന്നങ്ങ് കയറാം. ഈ റംദാൻ്റെ ഇതായതുകൊണ്ട് നിറച്ച് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ? ആഹാ, ചിക്കൻ KFC എല്ലാം ഉണ്ടല്ലോ. ആ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. അയ്യോ അയ്യോ ഞാൻ മുകളിലെത്തി ഗൈസ്. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. രാവിലെ ആയതുകൊണ്ടേ അധികം ആൾക്കാരൊന്നും. ഇവിടെ ഒരു ഫൺ സിറ്റി ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, ഫൺ സിറ്റി. അങ്ങോട്ട് നടന്നു നോക്കാമേ എന്തെങ്കിലും ഉണ്ടോ. ഈ ഒരു സംഭവം കണ്ടോ? ഇതെന്ത് സംഭവം എന്നറിയാമോ? ഇത് നമ്മൾ 1 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ, 1 ദിർഹത്തിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്കി കൊടുത്താൽ ഇതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി ഒരു ബബിൾക്കമാണ്. ഇത് ബബിൾക്ക. അത് വന്ന് നമുക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കാം. അങ്ങനെ വെറൈറ്റി ബബിൾക്കംസ് ഇവിടെ ഉണ്ട് കണ്ടോ. അങ്ങനെ പല വെറൈറ്റിയിൽ കുട്ടികളെ പറ്റിക്കാനായിട്ട് പല വെറൈറ്റിയിലെ ബബിൾക്കംസ് ഉണ്ട്. ഇത് ബബിൾക്കമല്ല കണ്ടോ, AED1. ഇത് കുട്ടികൾ കളിക്കാനുള്ള സംഭവം കാണും. അതിനെന്തെങ്കിലും ഒരു ക്യാൻറ്റീൻ കാണും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിലേക്കൂടെ നമ്മൾ ഇതിലേക്കൂടെ പൈസ ഇട്ടിട്ട് ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിലേക്കൂടെ നമുക്കിങ്ങനെ എടുക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആ അതെൻ്റെ ഭർത്താവല്ലേ ഇതോ. ഇതെങ്ങനെ ഇവിടെ വന്നു? വേണ്ട, എൻ്റെ ഭർത്താവ് പറഞ്ഞു. ഇതിപ്പോൾ അവിടെ പോകുമ്പോൾ സത്യം പറയാം എന്നെ ഫോളോ ചെയ്തോ. ഞാൻ സത്യം പറയല്ല, നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അതാണ് സത്യം. ഞാൻ പറഞ്ഞു എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യും. ചേട്ടൊന്ന് മാറിയുന്നതാണ്. തേണ്ട കണ്ടില്ല ഇവ പ്ലേ സോൺ ഷൂസ് ഫോർ ഇതൊക്കെ റെൻ്റിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്നാ പൈ തറോ? അയ്യോ ഇരുന്നാ പൈ തറോ? അത് ഇരുന്നാ പൈ തരണോ? അത്
അതിങ്ങനെ ഇങ്ങനെ ആടുന്നെങ്കിലല്ലേ ഫൈബർ. ഞാൻ തന്നെ ഇത് കാണും ഗൈസ്. ഞാൻ പൈസ ഇടാതെ ഞാൻ ഇങ്ങനെ മസാജ്. അത് പക്ഷെ നല്ല സുഖം, ചുമ്മാ ഇരിക്കാനും സുഖമുണ്ട്. 5 ദർഹത്തിന് ഇതിനകത്ത് കോയിൻ ഇട്ടാൽ 5 മിനിറ്റ് നമുക്കിങ്ങനെ സുഖമായിട്ടിങ്ങനെ മസാജ് ചെയ്ത് തരും. പിന്നെ എണീക്കാൻ പറ്റിയ ഭാഗ്യം അത്രയും എണീക്കാൻ പറ്റില്ല. മസാജും വേണ്ട, ഒരു കുഴപ്പം ഈ സാധനം കാല് വയ്ക്കാതെ ഇങ്ങനെ ഇറങ്ങാം. ഷോൾഡർ മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കും. സ്മാർട്ട് ബേബിയാ ഇതിന്. നമുക്ക് ബേബിയൊന്നുമില്ല, കിഡേ ഉള്ളൂ, കിഡ്. അപ്പം നമുക്ക് ഇല്ലാത്തൊന്ന് കയറി നോക്കാം. ഇത് കൊള്ളാമല്ലോ സംഭവം. ഇതിൻ്റെ വില കണ്ടില്ലേ ഗൈസ്? എൻ്റെ 118 ദർഹം. വെള്ള 3 രൂപയല്ല, 53 രൂപയെ. സോറി, 53 രൂപയല്ല ഗൈസ്, 53 ദർഹം. ഈ ഒരു ഡ്രസ്സിന് 53 ദർഹം. സോറി, എനിക്ക് വേണ്ട. ഇവിടെ മുടിഞ്ഞ ചാർജാണ് ഗൈസ്. അതൊക്കെ ഇവിടെ നിന്ന് വെളിയിറങ്ങാം, അതാണ് നല്ലത്. നോക്കി എന്തുമാത്രം ഫർണിച്ചറാണ് ഇവിടെ. എന്തോ ഇത് കാരിഫോറിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ ഫർണിച്ചർ. നല്ല സുഖം. ഇതൊക്കെ ഔട്ട്ഡോർ ആയിട്ട് 679. ഇതാകുമ്പോൾ ചായ സൗണ്ട്. തൽക്കാലം നമുക്ക് ഊഞ്ഞാലാടണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെ ആടിയിട്ട് പോകുന്നതാണ് നല്ലത്. എന്തുമാത്രം വെറൈറ്റി ഫർണിച്ചർ. ഇത് മറ്റേ ഏത് ക്യാമ്പിംഗ് ബെഡാ? 109 രൂപ. കൊള്ളാം. വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാന്തോ ഇതിൻ്റെ അത്. ഇത് മറ്റേ നമ്മൾ ക്യാമ്പിംഗ് സെറ്റാണ് ഇതല്ല. അയ്യോ, പല പല വെറൈറ്റി ക്യാമ്പിംഗ് സെറ്റുകൾ. നിങ്ങൾക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാം ഇതിൻ്റെ അകത്തിരുന്ന്. കുഞ്ഞു വാവകൾക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. എന്തൊക്കെ സാധനങ്ങളല്ലേ. കാരിഫോറിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഗൈസ്. നാട് ശീശ. താഴെ അത്രയും കാഫോറിൻ്റെ ഗ്രോസറി ഐറ്റംസാണ് ഈ കാണുന്നതല്ല. ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റല്ലേ. ദുബായ് ചോക്ലേറ്റ് ബാർ കണ്ടോ. ഇതാണ് ആ സംഭവം. ദുബായ് ചോക്ലേറ്റുള്ള പ്രശസ്തമായ ചോക്ലേറ്റ് പല വെറൈറ്റിയിലുണ്ട്. ഇത് പിസ്താഷ്യോ, അത് ചോക്കോ സെന്ന്. ചെറുതുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഈ സംഭവം. ഓ, ഡാർക്ക് ചോക്ലേറ്റ്. ഓ മൈ, എല്ലാം പല വെറൈറ്റി. ചെറുത് വരെ ഉണ്ട്. പിസ്താഷ്യോ, കുനാഫ ചോക്ലേറ്റ്. ചോക്ലേറ്റ് എടുത്താ ചോക്ലേറ്റ് മാറി അവൻ കഴിക്കൊന്നുമില്ല. സെൽഫ് ബിൽഡിങ് ചെയ്യാം. ഒന്നുമില്ല, കുറച്ച് സാധനം എടുത്തോളൂ. വെറുതെ ഒന്ന് കയറിയതാ. ബില്ല് സ്കാൻ ചെയ്തല്ല പുറത്തിറങ്ങാൻ പറ്റും. കഥ തുറന്നു ഇറങ്ങിക്കാം. ഇപ്പം നമ്മൾ കാഫൂറിന് പുറത്തിറങ്ങി. അപ്പം നമ്മൾ ഇനിയിപ്പം സമയം 11 മണിയാണ്. ഇന്ന് മോൻ്റെ ലാസ്റ്റ് ക്ലാസ് എക്സാം തീരുന്ന ദിവസം. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് നേരെ പിക്ക് ചെയ്യാൻ പോകും. അവൻ അറിഞ്ഞിട്ടില്ല നമ്മൾ പിക്ക് ചെയ്യാൻ വരുമെന്ന്. എന്തായാലും പോയി നോക്കാം അവൻ്റെ എക്സ്പ്രഷൻ എന്താ. പോവാ. ഇഷ്ടംപോലെ വണ്ടിയിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, എന്തുമാത്രം അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നു ഈ സമയത്ത്. ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല
അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ വിളിക്കാൻ പോയോ. നോക്കാം, സമയമായില്ല. 11:30 വിടും സ്കൂള്. കുറേ വണ്ടികളപ്പുണ്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. കുട്ടികളെ വിളിക്കാനാന്ന് തോന്നുന്നു. സർപ്രൈസ്. Why are you guys here? എന്തോടാ എന്തോന്ന്? സ്കൂൾ അടച്ച്. I know. ഹിന്ദി എക്സാം തീർന്നിരിക്കുകയാണല്ലേ. Yes. വെരി നൈസ്. പിള്ളേരെല്ലാം ഇങ്ങനെ ആവേശത്തിലാണ്. സ്കൂൾ അടച്ചിരിക്കുകയാണ് ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. സോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഫാമിലി വ്ളോഗായിരുന്നു. ചെറിയൊരു യാത്ര, അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഈ മെമ്മറി ആക്കി വെക്കാനായിട്ടൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം പ്രിയ. ബൈ.